ഈശോമിശിഹായ്ക്ക് സ്തുതി. എൻ്റെ പേര് ചിഞ്ചു. ഞാൻ വരുന്നത് പറവൂർ എഴിക്കര എന്ന സ്ഥലത്ത് നിന്നാണ്. 2018 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ്. ഉടമ്പടി എടുക്കാനുള്ള പ്രധാന കാരണം ജോസഫ് അച്ഛൻ്റെ വീഡിയോ യൂട്യൂബിലൂടെ കണ്ടത് വഴിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും. എൻ്റെ കല്യാണം 30/12 നടന്നതാണ്. ഇതുവരെ ഞങ്ങൾക്കൊരു 2012 ഇതുവരെ ഞങ്ങൾക്കൊരു കുഞ്ഞ് ഉണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ് 8 വർഷത്തോളമായി. എല്ലാ ഹോസ്പിറ്റലിലും പോകാനിടത്തോളം ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിരുന്നു. ഡോക്ടർമാരൊക്കെ പറഞ്ഞത് വേറെ കുഴപ്പം തന്നെയൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിച്ചു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞത് IUI ആണ് ഇനി ലാസ്റ്റ് ചാൻസ്. അത് കഴിഞ്ഞിട്ട് IVF നോക്കാം, ആയില്ലെങ്കിൽ എന്നാണ്. അപ്പോൾ IVF എടുക്കാൻ വേണ്ടി ഞങ്ങൾ സബൈൻ ഹോസ്പിറ്റലിൽ ചെന്നതാണ്. പിന്നെ എനിക്ക് എടുക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചുകൊണ്ടും പോന്നു. ഞാൻ പറഞ്ഞത് എനിക്കിപ്പോഴും നോർമലായിട്ട് കുഞ്ഞിനെ മാതാവ് തരും, ഞാൻ ഉടമ്പടി എടുത്തതാണ് എന്നെനിക്ക് കുറച്ച് വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് IVFനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെയാണ് പോകുന്നത്. തിരിച്ച് വീട്ടിൽ വന്ന് 2021 ഞാൻ പ്രഗ്നൻ്റായി. നേർച്ച വസ്തുക്കളും ഇവിടെ നിന്ന് തന്ന ഉടമ്പടി തൈലം ഞാൻ സ്ഥിരമായി എൻ്റെ വയറ്റത്ത് വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവേ, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണമെന്ന്. അതുപോലെ തന്നെ ഉപ്പും കഞ്ഞി ഫുഡിലൊക്കെ ഇട്ട് കഴിക്കുമായിരുന്നു. അതിൻ്റെ ഫലമാണ് ഞങ്ങൾക്ക് മാതാവ് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചത്. 2022 4-ാം മാസം ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ ലഭിച്ച് മാതാവ് തന്ന് ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു. എൻ്റെ മോൾക്കിപ്പോൾ 3 വയസ്സായി. 3 വയസ്സാകുമ്പോൾ ഇവിടെ വന്ന് മാതാവിനോട് നന്ദി പറയാമെന്നാണ്, മോളെയും കൂട്ടി ഇവിടെ കൊണ്ട് നന്ദി പറയാമെന്നാണ് ഞാൻ പറഞ്ഞത്. അവളെ കൊണ്ട് സംസാരിക്കാറാകുമ്പോൾ അവൾ മാതാവിനെ നന്ദി പറയാമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര ലേറ്റായത് വരാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ എനിക്ക് 1 വർഷത്തോളമായി പനിയും കൈകാല് വേദനയൊക്കെ വരുമായിരുന്നു. പാരസെറ്റമോൾ സ്ഥിരം കഴിക്കുമായിരുന്നു. ഹോസ്പിറ്റലിൽ പോയപ്പോൾ കഴിക്കുമ്പം മാറും, അത് കഴിയുമ്പോൾ പിന്നെയും വരുമായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ സ്ഥിരമായി പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിൻ്റെ. അതുകൊണ്ട് തന്നെ എനിക്ക് 1 വർഷത്തോളം ഉണ്ടായിരുന്നു, അത് മാറിക്കിട്ടി. അതുപോലെ തന്നെ എൻ്റെ അനിയത്തിക്ക് കല്യാണത്തിന് മുമ്പ് അവർക്ക് സ്ഥലമുണ്ടായിരുന്നു, പക്ഷേ എന്നാലും വീട് വയ്ക്കാൻ പറ്റുന്നുണ്ടായില്ല. എന്തൊക്കെ ശ്രമിച്ചിട്ടും അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ പോരായ്മകളുണ്ടായിരുന്നു. പൈസയുടെ കുറവ്, അതേപോലെ സ്ഥലത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നീണ്ടു പോകുമായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ 10 വർഷമായി. 9-ാം വർഷത്തിലാണ് അവൾ വീട് വെച്ചത്. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ അനിയത്തിക്ക് നല്ലൊരു വീട് പണിയാൻ സാധിച്ചു. 15 ലക്ഷം രൂപയുടെ വീട് മാതാവിന് അവൾക്ക് തന്നനുഗ്രഹിച്ചു. അതിന് മാതാവിന് നന്ദി. ഞാൻ പിന്നെ എന്നെക്കൊണ്ട് സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ കുർബാന കൂടും, 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും. ഞങ്ങളുടെ അവിടുത്തെ ആരോരുമില്ലാത്ത അമ്മാവന്മാരും അപ്പാപ്പന്മാരും താമസിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ പോയി ഫുഡ് കൊടുക്കും. അതേപോലെ എൻ്റെ മോളുടെ 1 വയസ്സായപ്പോൾ നടത്തിയ ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ ഡ്രസ്സുകളെല്ലാം എറണാകുളത്ത് ഒരു അനാഥാലയത്തിൽ കൊണ്ട് ഞങ്ങൾ കൊടുത്തിരുന്നു. പ്രാർത്ഥന എല്ലാ ദിവസവും കൊന്ത ചൊല്ലിക്കഴിയുമ്പോൾ ഇവിടുത്തെ ഉടമ്പടി പ്രാർത്ഥനകളൊക്കെ ചൊല്ലും. എന്നെക്കൊണ്ട് സാധിക്കുന്നിടത്തോളം ഞാൻ കൊന്ത ചൊല്ലാറുണ്ട്. നേരത്തേലും എനിക്ക് ആത്മീയ ജീവിതത്തിൽ വളരെയധികം മാറ്റമുണ്ട്. നേരത്തെ പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു, എന്ത് ചെയ്താലും ദേഷ്യം വരുമ്പോൾ വായി തോന്നിയൊക്കെ വിളിച്ചു പറയും. ഇപ്പോൾ ആ രീതിയൊക്കെ മാറിയിട്ടുണ്ട്, കുറച്ച് സൗമ്യമായിട്ടുണ്ട്. എല്ലാവരോടും സൗമ്യമായിട്ട് സംസാരിക്കാനും സാധിക്കുന്നുണ്ട്. ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ, ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും. തങ്ങൾക്ക് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ ദമ്പതികൾ കൃപാസന താരയിൽ വന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് തങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു പോകുന്ന അനുഭവങ്ങളുടെ നിരന്തരമായ ഒരു കാഴ്ച തന്നെ യൂട്യൂബിലൂടെ നമുക്ക് ആ അനുഭവങ്ങളൊക്കെ നമുക്കും കാണുവാൻ കഴിയുന്നതാണ്. 8 വർഷമായി തങ്ങൾക്ക് മക്കളില്ല, പ്രത്യേകിച്ചൊരു കാരണമില്ല. ട്രീറ്റ്മെൻറ്റിലൂടെ കുഞ്ഞിനെ ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ പോകുന്നു. എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഇനി ട്രീറ്റ്മെൻറ്റ് വേണ്ട, പരിശുദ്ധ അമ്മ ഇടപെട്ട് എനിക്ക് കുഞ്ഞിനെ ലഭിക്കുമെന്നുള്ള
പൂർണ്ണമായ ബോധ്യത്തോടെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരികയും ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ നിരന്തരമായ ഉപയോഗം, അങ്ങനെ താൻ കൺസീവ് ആകുന്നു, നോർമലായിട്ട് കൺസീവായി നോർമലായിട്ട് തന്നെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിച്ച് കുഞ്ഞുമായിട്ട് വന്ന് സാക്ഷ്യം പറയുവാൻ ഈ മകള് വെയിറ്റ് ചെയ്യുകയായിരുന്നു. കുഞ്ഞ് സംസാരിക്കുന്ന സമയം വരെ കുഞ്ഞ് വന്ന് നന്ദി അമ്മയ്ക്കും പറയണം, കുഞ്ഞും പറയണം എന്നൊക്കെയുള്ള ഒരാഗ്രഹം. അങ്ങനെ ഇന്ന് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ മറ്റ് പല കാര്യങ്ങളും, തൻ്റെ രോഗസൗഖ്യവും അനിയത്തിയുടെ വീട് നിർമ്മാണവും ഒക്കെ നാം കേൾക്കുകയുണ്ടായി. ജീവിതത്തെ പൂർണ്ണമായും ദൈവ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ ജനങ്ങൾ പറയുന്നതിലല്ല ഉടമ്പടി എടുത്ത നാം ഓരോരുത്തരുമാണ് വ്യക്തിപരമായ ബോധ്യം നമുക്കാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് നാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ഏത് ഹോസ്പിറ്റലുകളിലും ഏത് ട്രീറ്റ്മെൻറ്റുകളും അല്ലെങ്കിൽ കുറേയേറെ സ്ഥലങ്ങൾ സന്ദർശിച്ച് ഇങ്ങനെയൊക്കെയുള്ള ഒരു തിക്കും തിരക്കും പിടിച്ച ഒരു ജീവിതം, അതൊക്കെ നമുക്ക് സാധാരണയാണ്. എന്നാൽ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ അസാധാരണമായ ഒരു ജീവിതം, സാധാരണ രീതിയിലുള്ള അസാധാരണ ജീവിതം, അതാണ് ഉടമ്പടി നമ്മോട് ആവശ്യപ്പെടുക. എങ്ങനെയാണ് ഈ സാധാരണ ജീവിതം അസാധാരണമാകുന്നത്? അത് കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, അന്നുവരെയും ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളും, അതുപോലെ ഇതിനു മുമ്പൊക്കെ നമ്മുടെ വ്യക്തിപരമായി നമുക്കുള്ള പല കാര്യങ്ങളും, സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ, അതൊക്കെ നമുക്ക് അറിയാമെങ്കിലും നാം അതിനോടൊന്നും അധികം അതായത് താല്പര്യം കാണിക്കാതിരുന്ന നിമിഷങ്ങളൊക്കെ ആകാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഉടമ്പടി എടുത്ത് ഒരു വിശുദ്ധിയോടെയുള്ള ഒരു ജീവിതമാണ് ഉടമ്പടിയുടേത് എന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ, അങ്ങനെ വ്യക്തിത്വ വിശുദ്ധീകരണത്തിനായിട്ട് അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. അതുപോലെ പിന്നീട് അങ്ങോട്ട് വ്യക്തികൾ അവരുടെ ജീവിതത്തെ കർത്താവിൻ്റെ മുമ്പിൽ തങ്ങളെ തന്നെ നിർത്തിക്കൊണ്ട് പുതിയൊരു ജീവിതത്തിനായി പ്രയത്നിക്കുന്നു. ആ ജീവിതം പൂർത്തീകരിക്കാനായിട്ട് പരിശ്രമിക്കുന്നു. അങ്ങനെ തനിക്ക് കിട്ടിയ, തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞുമായിട്ട് ഈ മക്കൾ ഇവിടെ വന്ന് നന്ദി പറയുമ്പോൾ നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.